ഹലോ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ IT ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ അധ്യായമായ പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മെയിൽ മർജ് സങ്കേതം പാഠപുസ്തകത്തിൽ പറയുന്ന മെയിൽ മർജ് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവനായിട്ടൊന്ന് കാണുക. അപ്പോൾ ഈ ഒരു ഭാഗത്തെ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവും എന്ന് കരുതുന്നു. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള തിയറി ഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്തായിട്ട് ലിങ്ക് നൽകിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് അഥവാ രണ്ടാമത്തെ പാർട്ടാണ് നമ്മുടെ ഇന്നത്തേത്. ഇന്ന് നമ്മൾ മെയിൽ മർജ് എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. മെയിൽ മർജ് എന്ന് പറയുന്ന ആ ഒരു സങ്കേതത്തെക്കുറിച്ച് മാത്രമായിട്ടാണ് ഇന്നത്തെ ഒരു പാർട്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പ്രാക്ടിക്കൽ ഭാഗത്ത് ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യം കൂടിയാണ് ഈ ഒരു മെയിൽ മർജ് ഭാഗത്ത് വരാറുള്ളത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ മെയിൽ മർജിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് അതെന്താ സംഭവം എന്നൊന്ന് നോക്കാം. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഈ ഒരു ഭാഗം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 1 കാണാത്തവർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് ഉണ്ട്. അതിൽ ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് കാണാം. ഇത് സെക്കൻഡ് പാർട്ട് പറയുന്നത് തുടങ്ങുന്നത് തന്നെ കലോത്സവ തയ്യാറെടുപ്പുകൾ എന്ന പാർട്ടാണ്. മെയിൽ മർജ് സങ്കേതം, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എന്താണ് മെയിൽ മർജ് എന്നത് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. നിങ്ങളുടെ സ്കൂളിൽ ഒരു പരിപാടി നടക്കുന്നു. ഉദാഹരണത്തിന് ഒരു കലോത്സവം പോലുള്ള ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ പാർട്ടിസിപ്പൻസ് ഉണ്ടാവും, ഒരുപാട് പേരുണ്ടാവും, 100-200 പാർട്ടിസിപ്പൻസ് ഒക്കെ ചിലപ്പോഴുണ്ടാവും. അത്തരത്തിൽ 200 പാർട്ടിസിപ്പൻസ് ഒക്കെ ഉള്ള ഒരു പരിപാടിയിൽ എല്ലാവർക്കും പാർട്ടിസിപ്പൻറ്റ് കാർഡ് നിങ്ങൾക്ക് കൊടുക്കണം. എല്ലാവർക്കും പാർട്ടിസിപ്പൻറ്റ് കാർഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും എന്താ ചെയ്യുക, നമ്മുടെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കും. ഓരോ കുട്ടിക്കും ഓരോ പാർട്ടിസിപ്പൻറ്റ് വീതം അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ ഏതെങ്കിലും ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 1.5 പണിയായിരിക്കും അയാൾക്ക്. കാരണം ആദ്യം മുതൽ അവസാനം വരെ 200 കുട്ടികളുടെയൊക്കെ ടൈപ്പ് ചെയ്തുണ്ടാക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു വലിയ സംഭവം കുറക്കാൻ വേണ്ടിയുള്ള ഒരു വളരെ എളുപ്പത്തിൽ ഈ ഒരു സംഭവം ചെയ്യാനുള്ള ഒരു സംഭവമാണ്, ഒരു സങ്കേതമാണ് മെയിൽ മർജ് സങ്കേതം എന്ന് പറയുന്നത്. വെറും 1, 2, 3, 4 കുട്ടികളുടെ ഡീറ്റെയിൽസോ മറ്റോ കൊടുത്ത് കൊണ്ട് മാത്രം നമുക്ക് എല്ലാവരുടെ ഡീറ്റെയിൽസും ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് മെയിൽ മർജ് എന്ന് പറയുന്നത്. ഈ മെയിൽ മർജ് ഭാഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് 3 പോയിന്റുകൾ അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ളത്. കലോത്സവം സംബന്ധിച്ച് രക്ഷാകർത്താക്കൾക്കുള്ള കത്ത് തയ്യാറാക്കലാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് പങ്കാളിത്ത കാർഡ് തയ്യാറാക്കൽ. മൂന്നാമത്തേത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കൽ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പങ്കാളിത്ത കാർഡ് തയ്യാറാക്കലാണ്. ഈ ഒരു പങ്കാളിത്ത കാർഡ് തയ്യാറാക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കത്ത് തയ്യാറാക്കാനും സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാനും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഈ ഒരു പങ്കാളിത്ത കാർഡിൽ ഈ ഒരു സംഭവത്തിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പങ്കാളിത്ത കാർഡ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പങ്കാളിത്ത കാർഡ് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻറ്റ് കാർഡ് തയ്യാറാക്കാനായിട്ട് മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ച് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പാർട്ടിസിപ്പൻറ്റ് കാർഡ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഒരു പങ്കാളിത്ത കാർഡിൻ്റെ ഡിസൈനാണ്. നിങ്ങളുടെ പാഠപുസ്തകത്തിനകത്ത് ഇവിടെ തന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു രൂപത്തിലുള്ള ഒരു പാർട്ടിസിപ്പൻറ്റ് കാർഡ് ഡിസൈൻ വേണം. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് റൈറ്ററിൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ ഇൻസ്കേപ്പോ മറ്റോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഓൾറെഡി നമുക്ക് സ്കൂൾ റിസോഴ്സ് എന്ന് പറയുന്ന ഫോൾഡിൽ തന്നിട്ടുമുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അതൊന്ന് പഠിച്ച ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പാർട്ടിസിപ്പൻറ്റ് കാർഡ് റൈറ്ററിൻ്റെ അത് തയ്യാറാക്കി നോക്കുക. ഒന്ന് ഷോർട്ടായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് പാർട്ടിസിപ്പൻറ്റ് കാർഡ് തയ്യാറാക്കാൻ വേണ്ടി പാർട്ടിസിപ്പൻറ്റ് കാർഡിൻ്റെ ഒരു ഡിസൈനാണ് നമുക്ക് വേണ്ടത്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു സ്പ്രെഡ്ഷീറ്റാണ്, ഒരു കാൽക്ക് ഫയലാണ് വേണ്ടത്. അത് നമ്മൾ ആപ്ലിക്കേഷനകത്തെ ഓഫീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസും ആദ്യം ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കണം. ഓൾറെഡി നമുക്കത് തന്നിട്ടുണ്ട്. ഹോമിനകത്ത് നിന്നും സ്കൂൾ റിസോഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് സ്റ്റാൻഡേർഡ് 10 നിങ്ങൾക്കത് തന്നിട്ടുണ്ട്. participants.ods എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫയൽ തന്നിട്ടുണ്ട്. കണ്ടില്ലേ? കാൽക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ലിബർ ഓഫീസ് കാൽക്ക് ഉപയോഗിച്ചിട്ട് ഓൾറെഡി നമുക്ക് ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ നമ്പറും നെയിമും ക്ലാസ്സും ഐറ്റം 1, 2, 3 ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് അഥവാ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ പണിയൊന്നുമില്ല, കാൽക്ക് ഓപ്പൺ ചെയ്യണം. ജസ്റ്റ് കുട്ടികളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതാണ്. ഈ ഒരു കാര്യവും നിങ്ങളുടെ സ്കൂൾ റിസോഴ്സിനകത്ത് തന്നിട്ടുള്ള കാർഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, കാർഡ് ഓഡിറ്റ്. ഈ ഒരു സാധനമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കാർഡിൻ്റെ ഡിസൈനും നേരത്തെ കാണിച്ചു തന്ന കാൽക്കിൽ തയ്യാറാക്കിയ കുട്ടികളുടെ ഡീറ്റെയിൽസുമാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ മെയിൽ മർജ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് കടക്കുകയാണ്.
ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി നമുക്ക് കിടക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് റൈറ്റർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ്. ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ബേസിക് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷനകത്ത് നിന്നും ഓഫീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ലിബ്രെ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യാം. ലിബ്രെ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ പറഞ്ഞു ഒന്ന് ഷോർട്ടായിട്ട് എങ്ങനെയാണ് പാർട്ടിസിപ്പൻറ്റ് കാർഡ് തയ്യാറാക്കുക എന്നുള്ള ഒരു മാർഗ്ഗം പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഷേപ്പുകൾ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബോക്സ് സെലക്ട് ചെയ്യാം. ബോക്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും പാർട്ടിസിപ്പൻറ്റ് കാർഡുകൾ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നിറമൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇത് കണ്ടില്ലേ, മഞ്ഞയൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറമൊക്കെ കൊടുക്കാം. എന്നിട്ട് ഇതിനെ 2, 3, 4 പാർട്ടിസിപ്പൻറ്റ് കാർഡുകളൊക്കെ ആക്കി ഇതിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത്തരത്തിൽ പാർട്ടിസിപ്പൻറ്റ് കാർഡുകൾ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമുക്ക് ഓൾറെഡി സ്കൂൾ റിസോഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ തന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടല്ലോ. നേരത്തെ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മളിതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സ്കൂൾ റിസോഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ തന്നിട്ടുള്ള ആ ഒരു കാർഡിനെ നമ്മൾ ഇതിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. വളരെ സിമ്പിളാണ്. ഫയൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നു, ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. സ്കൂൾ റിസോഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് സ്റ്റാൻഡേർഡ് 10 നിങ്ങൾക്ക് കാർഡ് ODT എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ആ ODT എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ട അതേ സാധനം നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 4 കാർഡുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ചിട്ട് ഈ 4 കാർഡിനെ നമ്മൾ എല്ലാ പാർട്ടിസിപ്പൻറ്റിനും വേണ്ടിയിട്ടുള്ള കാർഡുകളാക്കിയിട്ട് മാറ്റും. നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നു. സ്കൂൾ റിസോഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് തന്നിട്ടുള്ള കാൽക്ക ഫയലിൽ 29 പാർട്ടിസിപ്പൻറ്റിനെയാണ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. 29 പാർട്ടിസിപ്പൻറ്റ് താഴെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ 29 പാർട്ടിസിപ്പൻറ്റിനെ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് അതിന് മെയിൽ മർജ് സങ്കേതം ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ മെയിൽ മർജ് സങ്കേതത്തിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ആ കാൽക്കിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുട്ടികളുടെ പേരും ഡീറ്റെയിൽസും ഇൻസേർട്ട് ചെയ്യണം. അതിനായിട്ട് ചെയ്യേണ്ടത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക. ശ്രദ്ധിക്കുക, ഫയലല്ല. എല്ലാവരും ഇതിലേക്ക് എന്തെങ്കിലും ഒന്ന് ഇൻസേർട്ട് ചെയ്യണം എന്ന് കേൾക്കുമ്പോൾ ഉടൻ പോയിട്ട് ഫയൽ ഓപ്പൺ കൊടുക്കും. അതല്ല, മെയിൽ മർജ് സങ്കേതം ഉപയോഗിക്കുന്നവർ ഇൻസേർട്ടിനകത്ത് ഫീൽഡ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക. അവിടെ മോർ ഫീൽഡ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ഫീൽഡ്സ്, മോർ ഫീൽഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ജാലകം ഓപ്പൺ ആയി കിട്ടും. ചിലപ്പോൾ ആദ്യം തന്നെ ഡോക്യുമെൻറ്റോ മറ്റോ ആയിരിക്കും ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഡാറ്റാ ബേസ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡാറ്റാ ബേസ് സെലക്ട് ചെയ്യുക. ഇവിടെ ചിലപ്പോൾ ആദ്യം നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ മെയിൽ മർജ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബ്രൗസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട സ്കൂൾ റിസോഴ്സിലുള്ള ആ കാൽക്ക് ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. അതിനായിട്ട് നിങ്ങളുടെ ഹോം ഫോൾഡറിലേക്ക് വരിക. അവിടെ സ്കൂൾ റിസോഴ്സ് ഓപ്പൺ ചെയ്യുക, സ്റ്റാൻഡേർഡ് 10 ഓപ്പൺ ചെയ്യുക. അവിടെ participants.ods അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പാർട്ടിസിപ്പൻസ് 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നത് കാണാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇടതുവശത്തായിട്ട് ഒരു ഏറോ മാർക്ക് കാണാം, ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഷീറ്റ് 1 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഏറോ മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കണ്ട ഫയലിൽ ഉള്ളതുപോലുള്ള രജിസ്റ്റർ നമ്പറും നെയിമും ക്ലാസ്സും ഐറ്റം 1, 2, 3 എല്ലാം ഇവിടെ വന്നത് കാണാം. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. നമുക്ക് ഇതൊക്കെ ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. ഇവിടെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ആദ്യം നെയിം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്നും നെയിം എന്ന് പറയുന്ന സാധനം ഇവിടെ ഓൾറെഡി രജിസ്റ്റർ നമ്പർ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ഇവിടെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതങ്ങ് വിട്ടേ, അത് കാര്യമാക്കേണ്ട. നമുക്കിവിടെ നെയിമാണ് വേണ്ടത്. നെയിം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഈ നെയിം എന്ന് പറയുന്നത് വലിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി ഇടുക. ഇനി നിങ്ങൾക്ക് വലിച്ചു കൊണ്ടുപോയി ഇടാൻ മടിയാണ്, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് അല്ലേ ആഡ് ചെയ്യേണ്ടത്. ക്ലാസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലാസ് എന്ന ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. വലിച്ചു കൊണ്ടുപോയി ഇടാനും മടിയാണ്, ഡബിൾ ക്ലിക്ക് ചെയ്യാനും മടിയാണെങ്കിൽ അടുത്തൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഐറ്റം അല്ലേ എടുത്തത് ആഡ് ചെയ്യേണ്ടത്. ഐറ്റം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഐറ്റം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻസേർട്ട് കൊടുക്കാം. 3 മാർഗ്ഗമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അടുത്തത് ഐറ്റം 2 കൊടുക്കുന്നു, ഐറ്റം 3 കൊടുക്കുന്നു. നമ്മൾ ഒന്നാമത്തെ കാർഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത ഭാഗം പ്രധാനപ്പെട്ട അടുത്തൊരു ഭാഗമാണ്, പലരും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. എന്തായാലും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ എല്ലാം തെറ്റും. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത കാർഡിലേക്കാണ് ഡീറ്റെയിൽസ് കൊടുക്കാൻ പോകുന്നത്. അടുത്ത കാർഡിലേക്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാർഡ് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. ഇപ്പം സർട്ടിഫിക്കറ്റും പിന്നെ ആദ്യം നമ്മൾ പാഠപുസ്തകത്തിൽ ആദ്യ ഭാഗത്ത് പറഞ്ഞല്ലോ ഒരു കത്ത് തയ്യാറാക്കുന്നത്, രക്ഷിതാക്കൾക്കുള്ള ഒരു കത്ത് തയ്യാറാക്കുക. അതിനൊക്കെ ഒരു പക്ഷേ നിങ്ങളോട് ഒറ്റ കാർഡ് അല്ലെങ്കിൽ ഒറ്റ ഫയലേ തന്നിട്ടുണ്ടാവും. ഇവിടെ 4 ഫയൽ തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കുറേ ഫയൽ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സ്ഥാനത്തിൽ, അതായത് ഒന്നാമത്തെ പാർട്ടിസിപ്പൻറ്റ് കാർഡ് പൂർത്തിയാക്കിയ ശേഷം രണ്ടാമത്തെ പാർട്ടിസിപ്പൻറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ആദ്യം രണ്ടാമത്തെ പാർട്ടിസിപ്പൻറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് റെക്കോർഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും മെയിൽ മർജ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഷീറ്റിലുള്ള ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. നെയിം പിടിച്ച് വലിച്ച് ഡ്രാഗ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിടുന്നു.
ക്ലാസ് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതും പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ 2 കാർഡ് പൂർത്തിയാക്കി. നമുക്ക് 1 കാർഡ് കൂടിയുണ്ട്, 2 കാർഡ് കൂടിയുണ്ട്. അപ്പോൾ വീണ്ടും ഇവിടേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് റെക്കോർഡ് ക്ലിക്ക് ചെയ്യുന്നു, മെയിൽ മർജ് ഫീൽഡ്സ് ക്ലിക്ക് ചെയ്യുന്നു, ഷീറ്റ് 1. ഇതും പൂർത്തിയായി. ഇനി അടുത്ത ലാസ്റ്റ് കാർഡ് നമുക്ക് ഫില്ല് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് ഡബിൾ ക്ലിക്ക് ആണ്, മാറിപ്പോകരുത്, ഡബിൾ ക്ലിക്ക് ആണ് ചെയ്യേണ്ടത്. മെയിൽ മർജ് ഫീൽഡ്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഷീറ്റ് 1 നെയിം. 4 കാർഡുകൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 4 കാർഡ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലോസ് ക്ലിക്ക് ചെയ്യാം. ക്ലോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 4 കാർഡും നമ്മളൊരു നിർദ്ദേശം കൊടുത്തു. ഇവിടെയൊക്കെയാണ് നെയിമും ക്ലാസ്സും ഐറ്റം 1, 2, 3 ഒക്കെ വരേണ്ടതെന്നുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തു. ഓരോന്നിനും നെക്സ്റ്റ് റെക്കോർഡ് ക്ലിക്ക് ചെയ്തിട്ട് 4 കാർഡ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്, നമുക്ക് കുട്ടികളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ വരണം. അതിനായിട്ട് ഇനി നമ്മളിതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യുക എന്ന പേര് കേട്ട് ഉടനെ എല്ലാവരും ചെയ്യുന്നത് ഫയലിൽ സേവ് കൊടുക്കും അല്ലെങ്കിൽ എക്സ്പോർട്ട് കൊടുക്കും. പക്ഷേ മെയിൽ മർജ് സങ്കേതം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതല്ല കൊടുക്കേണ്ടത്. കാരണം മറ്റ് പല ചാപ്റ്ററുകൾ നമ്മൾ ഇത്തരത്തിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ അത്തരത്തിലാണ് നിങ്ങൾ സേവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയാണ് സേവ് ആവുക. നമുക്ക് എന്താ വേണ്ടത്? നെയിം വരണം, ക്ലാസ് വരണം, ഐറ്റം ഒക്കെ വരണം. അത്തരത്തിൽ നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫയൽസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക. ഇവിടെ പ്രിൻ്റ് എന്ന് പറയുന്ന ഭാഗം വരിക. മാറിപ്പോവരുത്, ഫയലിൽ പ്രിൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സംഭവം നിങ്ങളോട് ചോദിക്കും. ഇവിടെ യെസ് കൊടുക്കുക. ഓക്കെ, മാറിപ്പോവരുത്, യെസ് ആണ്. അപ്പോൾ ഇത്തരത്തിലൊരു ജാലകം വരുന്നത് കാണാം. ഇവിടെ മെയിൽ മർജ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, പ്രിൻ്റർ, ഫയൽ. പ്രിൻ്റർ നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ കൊടുക്കുക. പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്തായാലും നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് പ്രിൻ്റർ കണക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇന്ന ഫോൾഡറിൽ ഇത് സേവ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. മാറിപ്പോയത് സേവ് ചെയ്യാൻ ഫയലും നേരിട്ട് പ്രിൻ്റ് എടുക്കാം, പ്രിൻ്ററുമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സേവ് ചെയ്യാൻ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ജാലകം തുറന്നു വരും. നെയിം എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് പറഞ്ഞിട്ടുള്ള രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഞാൻ 121212 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഡെസ്ക് ടോപ്പിൽ സേവ് ചെയ്യാൻ പോവാണ്. ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്തു, നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യുക, സംഭവം റെഡിയായി. നമ്മൾ മെയിൽ മർജ് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഡെസ്ക് ടോപ്പിനകത്ത് 121212 എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത ഒരു സാധനം ഇവിടെ ഉണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. നോക്കുക, ആദ്യത്തെ പേര് അമൽ കൃഷ്ണ, രണ്ടാമത്തേത് അഭിഷേക്, അടുത്ത കാർഡ് ആദർശ്, അജയ്. വീണ്ടും കാർഡുകൾ വന്നു, അജയ, അഖില. ഇത്തരത്തിൽ 29 പാർട്ടിസിപ്പൻറ്റിൻ്റെ കാർഡുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആകെ 4 കാർഡേ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള എല്ലാ കാർഡുകളും ഫില്ലായിട്ടുണ്ട്. അതായത് ഇത് തയ്യാറാക്കുന്ന വ്യക്തിയുടെ പണി കുറഞ്ഞു എന്നർത്ഥം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ കുട്ടിയുടെ പേരും ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾ വെറുതെ 4 കാർഡ് തയ്യാറാക്കി എല്ലാവരുടെയും കിട്ടി. 200 പാർട്ടിസിപ്പൻ്റ് ഉണ്ടെങ്കിൽ 200 കുട്ടികളുടെ പേരും കാൽക്കിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്താൽ മതി. 200 കാർഡുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തയ്യാറായിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് മെയിൽ മർജ് എന്ന് പറയുന്ന ഭാഗത്ത് പറയാനുള്ളത്. ഈ ഒരു പാർട്ടിസിപ്പൻറ്റ് കാർഡ് തയ്യാറാക്കിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗത്ത് പറയുന്ന കത്ത് തയ്യാറാക്കൽ വലിയ പണിയൊന്നുമില്ല. പാർട്ടിസിപ്പൻറ്റ് കാർഡ് എങ്ങനെ മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഭാഗത്ത് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മാറിപ്പോവരുത്. ഒന്ന്, ലാസ്റ്റ് നമ്മൾ സേവ് ചെയ്യുന്ന ഭാഗം, അത് നേരിട്ട് സേവ് അല്ല. നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ സേവ് ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണണമെങ്കിൽ ഫയലിൽ പ്രിൻ്റ് കൊടുത്തിട്ട് സേവ് ചെയ്യണം. പിന്നെ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാൻ ഇൻസേർട്ടിൽ ഫീൽഡിൽ മോർ ഫീൽഡാണ്, അതും മാറിപ്പോവരുത്. ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട തിയറി ക്വസ്റ്റ്യനും ആൻസറും ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കായിട്ട് നൽകിയിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ട്, ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഇതൊന്ന് ചെയ്തു നോക്കിയ കുട്ടിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. സംശയങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തും. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് 3 ആണ്, അധ്യായം 3, വെബ് ഡിസൈനിങ് മിഴിവോടെ. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റ പാർട്ടേ ഉള്ളൂ, ഏകദേശം ഒരു 20 മിനിറ്റോളം വരുന്ന ഒറ്റ പാർട്ടാണ്. ആ പാർട്ടിൽ ഇതിൽ ആവർത്തിച്ച് ചോദിക്കുന്ന, പലപ്പോഴും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന
പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു HTML കാര്യങ്ങളുമാണ്, CSS ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. മെയിൽ മർജ് എന്നത് എന്താണെന്നും എങ്ങനെയാണ് ഒരു പാർട്ടിസിപ്പൻറ്റ് കാർഡ് തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടി മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പാർട്ടിസിപ്പൻറ്റ് കാർഡാണ് നമ്മളിവിടെ തയ്യാറാക്കിയത്. പാർട്ടിസിപ്പൻറ്റ് കാർഡ് തയ്യാറാക്കുമ്പോൾ നമ്മൾ 4 കാർഡുകളാണ് കണ്ടത്. സ്ക്രീനിൽ 4 കാർഡുകളാണ് ഉണ്ടായത്. അതിൽ ഒന്നാമത്തെ കാർഡ് മുഴുവൻ ഫില്ല് ചെയ്ത ശേഷം രണ്ടാമത്തെ കാർഡിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് നെക്സ്റ്റ് റെക്കോർഡ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. നിങ്ങൾക്ക് കത്ത് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ മറ്റോ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ 4 എണ്ണോ 2 എണ്ണോ ഒന്നും തരില്ല, ഒറ്റയൊന്ന് മാത്രമേ തരൂ. ഒറ്റയൊന്ന് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ അത് മാത്രം ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾ നെക്സ്റ്റ് റെക്കോർഡ് എന്നത് ക്ലിക്ക് ചെയ്യേണ്ട. ഒരു ഫയലിൽ തന്നെ 4 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം ഒക്കെ തന്നിട്ടെങ്കിലാണ് ഒന്ന് ഫില്ല് ചെയ്ത ശേഷം അടുത്തത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് റെക്കോർഡ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റ് 10ാം ക്ലാസ്സിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ ചെയ്തിട്ടുള്ള 10ാം ക്ലാസ്സിലെ ചില വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത അറിവുകളും ഇത്തരത്തിൽ 10ാം ക്ലാസ്സിലെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങളും കൂടെ ഉണ്ടാകണം. വ്യത്യസ്ത മേഖലകളിലെ വ്യത്യസ്ത അറിവുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ദർശൻ. ഗുഡ് ബൈ.